160ഓളം പേരുടെ മലമൂത്ര വിസർജനമാണ് എറണാകുളം ജില്ലക്കാർ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. അപ്പം നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തിയാൽ എങ്ങനെയുണ്ടാവും? 100 MNP മാത്രം പോകേണ്ടടുത്ത് പോകണമെന്ന് നോക്കിയേ. 3,70,000 പോണത്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഈ ഫയലുകൾ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫയലിൽ ഒരാൾ പോലും വാർത്ത ചെയ്യാത്തത്? നമസ്കാരം. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഒരു ഫ്ലാറ്റ് കണ്ടു. ഈ ഫ്ലാറ്റിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഫ്ലാറ്റ് എന്നല്ല, കേരളത്തിലെ ഏതൊരു ഫ്ലാറ്റ് എടുത്താലും ഇതേപോലെ ഒരു പുഴ അല്ലെങ്കിൽ ഒരു തോട് ഒക്കെ ഇതിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകും. അത് മറ്റൊന്നിനും കൊണ്ടല്ല. കാരണം കേരളത്തിൽ എന്നെ ഇപ്പം പിടിക്കണമെങ്കിൽ കേരള പോലീസിന് പിടിക്കാം. ഇനി അതല്ല, ഞാൻ കുറച്ചുകൂടി വലിയൊരു കള്ളനാണെങ്കിൽ എന്നെ വിജിലൻസിന് പിടിക്കാം, പോലീസിന് പിടിക്കാം, CBIക്ക് പിടിക്കാം, എല്ലാവർക്കും പിടിക്കാം. ഇവർക്ക് ആർക്കും പിടിക്കാൻ പറ്റാത്ത കേരളത്തെ നയിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു 160ഓളം കുടുംബങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ ഇവരുടെ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന CBIക്കോ പോലീസിനോ വിജിലൻസിനോ മറ്റാർക്കും തന്നെ പിടിക്കാൻ പറ്റാത്ത അത്രയും ഉന്നത അധികാര സ്ഥാനമാനങ്ങൾ കൈയാളുന്ന 160ഓളം പേരുടെ മലമൂത്ര വിസർജനമാണ് എറണാകുളം ജില്ലക്കാർ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഈ ഫ്ലാറ്റുകളിൽ നിന്നും ഒഴുകാവുന്ന മാലിന്യത്തിൻ്റെ അളവ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കിടക്കണം കോളിഫോം ബാക്ടീരിയയുടെ അളവ് 100 മാത്രമാണ് പുറത്തു പോകാവുള്ളൂ. എന്നാൽ ഇവിടെ നോക്കിയേ, 3,70,000 കോളിഫോം ബാക്ടീരിയയുടെ അളവ് പുറത്തു വന്നേക്കുന്നത്. ഇതാണ് നമ്മൾ നാളെ കിണറുകളിലും അപ്പുറത്തുള്ള കിണറുകളിലും പാടങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ കുടിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് എന്ത് സുരക്ഷിതത്വം ഉണ്ടെന്നാണ് പറയണത്? ആരോഗ്യമന്ത്രിയും മറ്റവരും എന്തിനാണ് ഇരിക്കണതെന്ന് നിങ്ങൾ പറയണത്? ഇത്രയും സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ളവരുടെ ഈ ഫ്ലാറ്റിൽ നിന്നാണ് എറണാകുളത്തെ തോടിലേക്കും പുഴകളിലേക്കും ഇവരൊഴുക്കുന്നത്. അപ്പം നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തിയാൽ എങ്ങനെയുണ്ടാവും? ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇത്. എൻ്റെ കടലിൽ കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകെ ചെന്നപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല കിട്ടിയേക്കണത്. മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഈ ഫയലുകൾ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫയലിൽ ഒരാൾ പോലും വാർത്ത ചെയ്യാത്തത്? കൊണ്ടാണ് പാടങ്ങളും കുളങ്ങളും തോടുകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് അടുത്ത തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ തൊണ്ട വരണ്ട് ഞാൻ വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് എനിക്ക് കുടിവെള്ളം കിട്ടണം. അല്ലെങ്കിലോ 2ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ 2ാം ദിവസം എൻ്റെ കിഡ്നിയും ബാക്കി ആന്തരിക അവയവങ്ങളും നശിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്രശ്നവും. ഇപ്പോൾ പാടത്തുനിന്ന് വെള്ളം കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പാടത്തേക്ക് കോളിഫോം ബാക്ടീരിയ നല്ല അളവിൽ, അതായത് 100 ml മാത്രം പോകേണ്ടടുത്ത് 100 MNP മാത്രം പോകേണ്ടടുത്ത് പോകണമെന്ന് നോക്കിയേ. 3,70,000 പോണത്. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇതിനകത്ത് ഇരിക്കുന്നവരെയൊക്കെ പിന്നെ എന്തിനാണെന്ന് ഇരുത്തണത്? ഇത്രയും വലിയൊരു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത്രയും വലിയൊരു സാധനം കൊടുത്തിട്ടും ഇപ്പോഴും ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ. എന്താണ് ഇവരുടെ പണി? സത്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത ചെയ്യില്ല എന്ന് അവർ നേരത്തെ ധാരണയുള്ളതാണ്.
കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത ചെയ്യാതിരിക്കണമെങ്കിൽ അവർക്ക് നട്ടെല്ലെന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് വേണം. അതല്ല അവരുടെ ജോലി. അവർ വാർത്ത മുക്കുക എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്തിനിരിക്കണതാണ്? അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ അടച്ചു പൂട്ടിട്ടേന്നേ, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഇത് ചെയ്യണ വരെ അത് നിർത്തിവെക്കാനായിട്ട് തീരുമാനം ഉണ്ടാക്കണ്ടേ? ഷോക്കോസ് നോട്ടീസ്, ഷോക്കോസ് നോട്ടീസല്ലേ കിടക്കണത്, കിടക്കണം ഷോക്കോസ് നോട്ടീസ്. എന്നിട്ട് ബാക്കി എന്താ നടപടി എടുക്കാത്ത? എന്തുകൊണ്ട് അവർ ബാക്കി നടപടികൾ സ്വീകരിക്കുന്നില്ല? കൂട്ടിക്കെട്ടണ്ടേ? അല്ലാണ്ട് ഞാൻ രാവിലെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചക്കോ വൈകുന്നേരം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ബാത്റൂമിൽ പോകില്ല, ഞാൻ യൂറിൻ പാസ് ചെയ്യൂലോ. ഇതൊക്കെ ഞാൻ ഇവിടെയുള്ള എറണാകുളം ജില്ലക്കാർ കുടിക്കണം എന്നാണോ പറയണത്? കുടിക്കണോ? സർക്കാരിൻ്റെ ഭാഗമായി സർക്കാരിനെ നിയന്ത്രിക്കുന്ന പോലും ഇവരാണ്. അപ്പം ഇത്രയും വലിയ ഉന്നത സ്ഥാനമാനങ്ങൾ കൈയാളുന്ന ഇവരുടെ മലമൂത്ര വിസർജനം കുടിക്കാനാണോ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള എറണാകുളത്തുള്ള ഓരോരുത്തരും ഇരിക്കുന്നത്? അത് തെറ്റായ കീഴ്വഴക്കമാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ മിണ്ടിയാലും കൊള്ളാം, മിണ്ടിയില്ലെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ അണ്ണാക്കി പിരിവെട്ടിക്കൊഴിരുന്നാലും കൊള്ളാം. എനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനം ഉണ്ടാക്കണം ഈ വിഷയങ്ങളിൽ. കോളിഫോം ബാക്ടീരിയ അടങ്ങാത്ത വെള്ളമാണ് തോടുകളിലൂടെയും പുഴകളിലൂടെയും കുളങ്ങളിലൂടെയും പോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടയ്ക്കൊരു വാർത്ത കണ്ടു ചെയ്യും, മറ്റേ സെപ്റ്റിക് ടാങ്ക് വണ്ടി പാടത്തേക്ക് ഒഴുക്കിയത് കൊണ്ടാണ്. സത്യത്തിൽ അതല്ല, അത് വെറും പ്രകസനം മാത്രമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതാണ്. സത്യത്തിൽ ഇതേപോലെയുള്ള ഫ്ലാറ്റുകളിൽ നിന്നും വരുന്ന വെള്ളം ഇതിൻ്റെ പാടത്തേക്ക് നമുക്ക് പത്ത് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതൊന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് ഉൾപ്പെടെ ഞാൻ എടുത്തത്. എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥൻ നടപടി എടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ വാളും പരിചയമൊക്കെയായി ഞാൻ വീണ്ടും നിങ്ങൾക്കെതിരെ നിയമ പോരാട്ടം തുടരേണ്ടി വരും. കാരണം അങ്ങനെയാണ്. എനിക്ക് മാത്രമല്ല, അടുത്ത തലമുറയ്ക്കും കേരളത്തിൽ ജീവിച്ചേ മതിയാകും. അത് എൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ കട്ടതും മോഷ്ടിച്ചതുമായ കോടാനുകോടികൾക്ക് അവകാശികളില്ലാതെ പോകും. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.